അബി അങ്ങനെ മഹിമേനെ കാണാനായിട്ട് വക്കീലിൻ്റെ വീട്ടിലെത്തുവാണ്. ഈ സമയം അബി അവിടെ കാണുന്നതും മഹിമ അവിടെ നിന്ന് പോകാൻ പറയുവാണ്ടോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മഹിമയുടെ കൈ കയറി പിടിക്കുവാണ് അബി. ഈ കാഴ്ച കൊണ്ട് അങ്ങോട്ടേക്ക് വരുമായിരിക്കോട്ടെ ഗൗരിയമ്മ. അത് കാണുന്നതും ഗൗരിയമ്മ അബിയോട് ദേഷ്യപ്പെടണേ, എടാ കയ്യിൽ നിന്ന് വിടടാ, നിന്നോടല്ലേ പറഞ്ഞത് മോളുടെ കയ്യിൽ നിന്ന് വിടാൻ. നിന്നെ ഇനി പരിസരത്തെങ്ങാനും കണ്ട ഞാൻ ചൂലുകൊണ്ട് അടിച്ചായിരിക്കും ഇവിടുന്ന് നിന്നെ ഓടിക്കാൻ പോകുന്നത്. അങ്ങനെ അബിയുടെ മുഖത്ത് നോക്കി കടുപ്പിച്ച് തന്നെ ഗൗരിയമ്മ സംസാരിക്കുവാണ്. ഈ സമയം അബിയാണെങ്കിൽ നാണം കെട്ട് അപമാനത്തിനായി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുവാണ് കേട്ടോ. അന്നേരം തന്നെ മഹിമയെ ഏത് വിധത്തിലും സ്വന്തമാക്കുമെന്ന് അവൻ മനസ്സിലുറപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി കിടന്നിറങ്ങുന്ന മഞ്ജുവിനെയും ഗിരീനെയാണ്. ഈ സമയം ഗിരി മഞ്ജുവിൻ്റെ അരയിലുള്ള ആ ഏലസ് മുറിച്ച് കളയാനായിട്ട് ഒരു കത്രിക എടുത്ത് പമ്മി പമ്മി മഞ്ജുവിൻ്റെ അരികെ വന്ന് വയറ്റിൽ നിന്നും ആ ഏലസ് മുറിക്കാൻ ശ്രമിക്കുവാണ്. പെട്ടെന്ന് തന്നെ മഞ്ജു ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗിരിയോട് ദേഷ്യപ്പെടുവാണ്. ഗിരിയേട്ടൻ എന്തേ കാണിക്കുന്നത്? നമ്മുടെ ദാമ്പത്യം നന്നായി പോകാനുള്ള ഏലസ് ഗിരിയേട്ടനായിട്ട് തന്നെ മുറിച്ചു കളയാൻ ശ്രമിക്കുവാണോ? അതിനർത്ഥം ഗിരിയേട്ടൻ എന്നെ ഗിരിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുവാണെന്നല്ലേ? അയ്യോ മഞ്ജു, അങ്ങനെയൊന്നും അല്ല എന്ന് ഗിരി പറയുമ്പോൾ മഞ്ജു ചോദിക്കണേ, പിന്നെന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ദാമ്പത്യം നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കെട്ടിയ ഏലസ് ഗിരിയേട്ടൻ പിന്നെ മുറിച്ചു കളയുമ്പോൾ ഞാൻ പിന്നെ എന്താ മനസ്സിലാക്കേണ്ടതും? അങ്ങനെ പറഞ്ഞ് മഞ്ജു ദേഷ്യത്തിൽ അവിടെ നിന്ന് തലോണിയും പുതപ്പും എടുത്ത് റൂമിന് പുറത്തുപോയി കിടക്കാൻ പോകുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഗിരിയാണെങ്കിൽ ശരാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാ മഞ്ജുവിനെ കുടുക്കിൽ നിന്നൊന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ് ഗിരി. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.